ഇന്ന് വൺ ഓഫ് അവർ ഡ്രീം ബൈക്ക് ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ ആണ് ടു ലേ ലഡാക്ക്. രാവിലെ 6:30 ആയപ്പോൾ എല്ലാം റെഡിയാക്കി ഇറങ്ങി. പിന്നെ സോനാമർഗ് ടണലിൽ കയറുന്നതിന് മുമ്പ് ഒരു ചായയും കുടിച്ചു. മുമ്പ് സോനാമർഗ് വന്നപ്പോൾ ഈ ടണലിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ സോജിലാ പാസ് കയറി തുടങ്ങി. സീ ലെവലിൽ നിന്നും 11,650 ഫീറ്റ് മുകളിലാണ് സോജിലാ പാസ്. ചെറിയ ഇടുങ്ങിയ റോഡുകളാണ് ഇവിടുത്തത്. ഒരു സൈഡിലാണെങ്കിൽ വീഴാറായി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളും മറ്റേ സൈഡിൽ നോക്കിയാൽ മുകൾ ഭാഗത്ത് മഞ്ഞും താഴെ നിറയെ പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്ന മലകളാണ്. അതിന്റെ നടുവിലൂടെ ആണെങ്കിൽ ചെറിയ നദികൾ ഒഴുകുന്നുണ്ട്. ഡിസംബർ ജനുവരി മാസമായി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ടാവും. ഇടയ്ക്കൊക്കെ ബൈക്ക് നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ സോജിലാ പാസ് ഇറങ്ങി. ഇനി 2-3 വർഷം കൂടെ കഴിഞ്ഞാൽ ഈ വഴി ആയിരിക്കൂല. കാരണം ഇവിടുത്തെ ടണലിന്റെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. ശ്രീനഗർ ടു ലേ 435 കിലോമീറ്റർ ഉണ്ട്. ക്ലൈമറ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ ലേ എത്തണം. അതല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും. ഇതാണ് കാർഗിൽ വാർ മെമ്മോറിയൽ. 1999 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഏകദേശം 527 സോൾജേഴ്സ് കൊല്ലപ്പെട്ട സ്ഥലമാണിത്. അതിൻ്റെ ഒരുപാട് മെമ്മോറിയൽസ് അവിടെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നതിന് ശേഷം അടുത്ത് ചെറിയൊരു ടൗൺ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലഞ്ചും കഴിച്ചു. ഇനി അങ്ങോട്ട് കൂടുതലായിട്ടും ടിബറ്റൻ കൾച്ചറാണ്. ഇതുവരെ കണ്ട കാഴ്ചകളൊന്നും ആയിരുന്നില്ല. വേറെ ഏതോ ഒരു വേൾഡിൽ എത്തിയ ഫീലായിരുന്നു. പച്ചപ്പൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അവസാനം ഇല്ലാത്ത പോലത്തെ റോഡുകള്, മരുഭൂമി പോലെ തോന്നിക്കുന്ന സ്ഥലം, അതിന് മുകളിൽ മഞ്ഞും. മഴ പെയ്യുന്നത് കൊണ്ട് ഇന്ന് ലേ എത്താൻ പറ്റുന്ന പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ ലേ എത്താറായിട്ടുണ്ട്. ഇതാണ് സംഗം പോയിന്റ്. ഇവിടെ 2 നദികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റാണ്. ഈ 2 നദികളുടെ വെള്ളവും എപ്പോഴും 2 കളറിലായിട്ടാവും ഒഴുകുന്നുണ്ടാവുക. ഇപ്പം ഈ പോകുന്നത് മാഗ്നറ്റിക് ഹിൽസിന്റെ ഇടയിലൂടെയാണ്. അങ്ങനെ ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ലേയിലെത്തിയിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ നനഞ്ഞ് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ഒരു ഹോം സ്റ്റേയിൽ റൂം എടുത്തു.